തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ആരോഗ്യ കേരളം സെമിനാർ ആഗസ്റ്റ് 25-26 തീയതികളിൽ കോട്ടയത്ത് നടക്കും. 1994 AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠന കോൺഗ്രസ് ആരംഭിച്ചത്. EMSന്റെ മുഖ്യ ചുമതലയിലായിരുന്നു പഠന കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടത്. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരമാർഗം കണ്ടെത്താൻ കൂട്ടായ ശ്രമത്തിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തി പുതിയ കർമ്മ പരിപാടി ആവിഷ്കരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അഥവാ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമായോ നിറവേറ്റാൻ കഴിയുന്ന ഒരു കടമയല്ലിത്. ഇതൊരു ദേശീയ കടമയാണ്. പണ്ഡിതന്മാരും വിവിധ ശാസ്ത്ര വിജ്ഞാന ശാഖകളിലെ വിദഗ്ധന്മാരും ഇതിൽ സുപ്രധാന പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള വേദിയാണ് ഇതിലൂടെ CPIM ഒരുക്കുന്നത്. 1994, 2005, 2011, 2015 വർഷങ്ങളിലായി സംഘടിപ്പിച്ച 1, 2, 3, 4 കേരള പഠന കോൺഗ്രസുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ വികസന മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് കേരളത്തിൻ്റെ വികസന ആസൂത്രണത്തിന് ശരിയായ ദിശാബോധം നൽകാൻ സഹായകമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് സംസ്ഥാനത്തെ ഭരണകർത്താക്കൾക്ക് ഗുണകരമാവുകയും ചെയ്തിരുന്നു. ഇത്തവണ അടിയന്തരമായി നടപ്പിലാക്കേണ്ടുന്ന ഒരു ഇടക്കാല വികസന പരിപാടിയും കൂടുതൽ സമഗ്രമായ വികസന പരിപ്രേക്ഷ്യവും കരുപ്പിടിപ്പിക്കുന്നതിനാണ് ചർച്ചകളിലൂടെ ശ്രമിക്കുന്നത്. ഈ സംവാദം 2-3 ദിവസങ്ങളിലെ ചർച്ചകളിൽ ഒതുക്കാനാവുന്നതല്ല. അതിനാൽ കേരള പഠന കോൺഗ്രസിനുള്ള മുന്നൊരുക്കമായി AKG പഠന ഗവേഷണ കേന്ദ്രം 2023 ആദ്യ പകുതി മുതൽ വിവിധ വികസന മേഖലകളിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമാണ് 25-26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന സെമിനാറും. കോട്ടയത്തെ TK പഠന കേന്ദ്രത്തിൻ്റെ കൂടി ആഭിമുഖ്യത്തിലാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ചർച്ചാ സമ്മേളനം ചേരുന്നത്. 2 ദിവസത്തെ സെമിനാർ കോട്ടയം CMS കോളേജ് ഗ്രേറ്റ് ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനസംഖ്യാ വ്യതിയാനവും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളും, ആരോഗ്യവും ഭൂമിയും, മാനസികാരോഗ്യം, ആരോഗ്യ സർവകലാശാലയും ആരോഗ്യ വിദ്യാഭ്യാസവും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണം, വൈദ്യ ഗവേഷണം, ആരോഗ്യ നിയമങ്ങൾ, കോവിഡും കോവിഡാനന്തര പ്രശ്നങ്ങളും, ആരോഗ്യ നയങ്ങൾ, ആസൂത്രണവും ഭരണപ്രക്രിയയും, അപകടങ്ങൾ, ട്രോമ കെയർ, ദന്താരോഗ്യം, ഡിജിറ്റൽ ഹെൽത്ത്, തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയും, ഹെൽത്ത് ഫിനാൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യവും ഔഷധ മേഖലയും, ആയുഷ്, പ്രാഥമികാരോഗ്യം എന്നീ മേഖലകളിലാണ് ചർച്ചകൾ നടക്കുക. ഞായർ രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പൊതുപ്രഭാഷണങ്ങളും ചർച്ചകളും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സമാന്തര സെഷനുകളായി നടക്കും. 10 വേദികളിലാണ് ചർച്ചകൾ നടക്കുക. ആകെ 30 സമ്മേളനങ്ങളായി 150-ൽ പരം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കും. ചർച്ചകൾ സമാപന പൊതുസമ്മേളനത്തിൽ ക്രോഡീകരിക്കും. ഇതിനെ ആസ്പദമാക്കിയാണ് ആരോഗ്യ മേഖലയെപ്പറ്റി 5ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതാവും വരുംകാല കേരളത്തിന് മാർഗദർശനം നൽകുന്നതും.